ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനാവശ്യമായിട്ട് ചിക്കനാണ് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. അത് നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത ചിക്കനാണിത്. പിന്നെ ഉരുളക്കിഴങ്ങ്, അത് ഞങ്ങൾ ഓൾറെഡി പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകപ്പൊടി, പച്ചമുളക്, മല്ലിയില, ബ്രെഡ് ക്രംസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുട്ട, ഞങ്ങൾ കുറച്ച് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ക്രീം, കുറച്ച് ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടി നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തു. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഓൾറെഡി ഉപ്പിട്ട കാരണം കുറച്ചേ ഇടുന്നുള്ളൂ. അല്പം ജീരകപ്പൊടി. അടുത്തായിട്ട് അതിലേക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. അല്പം മല്ലിയില കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബാക്കി പരിപാടികളൊന്നും ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൂടെ മുക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ. അതുപോലെ നമുക്കിതെല്ലാം ഈ ഫുള്ള് മാവ് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റിന് നമ്മൾ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പിന്നെ നമുക്കിത് 1 മാസം വരെ കേടാകാതെ നമുക്കിത് ഫ്രീസറിലൊരു അടച്ച പാത്രത്തിൽ വെക്കുവാണെങ്കിൽ 1 മാസം വരെ കേടാവാതെ ഇരിക്കും. നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ടിട്ട് നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മളിത് ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ചിടുന്നത്. ഇതെല്ലാം അത്യാവശ്യം ഗോൾഡൻ കളറായിട്ട് നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് വേവിക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്